ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അഡേനിയം പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ പ്ലാന്റ്സിൽ ബഡും ഫ്ലവറൊക്കെ ആകുമ്പോൾ ഞാൻ വീണ്ടും ഒരു പാർട്ട് 3 ആയിട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ വരാൻ കുറച്ച് വൈകി, നമുക്ക് കുറച്ച് സെയിലൊക്കെ പോയി പ്ലാന്റ്സ്. അപ്പോൾ ഞാൻ ഇനി വീഡിയോ ഇട്ടില്ലെങ്കിൽ അത് എനിക്ക് എന്താ പറയുക ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്രോമിസ് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ വേഗം തന്നെ ഒരു വീഡിയോ എടുത്തിടുന്നത്. നമ്മുടെ എല്ലാ പ്ലാന്റ്സിലും ഇതുപോലെ ഒന്നല്ല രണ്ടല്ല 3-4 ബഡൊക്കെ ഒരുമിച്ചുണ്ടായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലതിൽ ഫ്ലവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചിലതിലൊക്കെ ബഡ് മാത്രമാണ്. കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ എനിക്ക് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, അഡേനിയം പ്ലാന്റ്സിൻ്റെ സീഡ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട്. ആ സമയത്ത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അഡേനിയത്തിൻ്റെ സീഡ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഡബിൾ പെറ്റലും സിംഗിൾ പെറ്റലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഏതെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ സിംഗിൾ പെറ്റൽസ് ഫ്ലവർ ആയി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരു പ്ലാന്റിൽ എത്രത്തോളം ഫ്ലവറാണ് ഉണ്ടായി നിൽക്കുന്നത് എന്നുള്ളത്. അതും ഇനിയും ബഡായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്, അത് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം. അതുപോലെ ഈ യെല്ലോ കളറാണ് നമുക്ക് കൂടുതൽ ഡിമാൻഡ് ചെയ്ത ആൾക്കാർ ചോദിക്കാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പാർട്ട് 2 ചെയ്തപ്പോഴും ചോദിച്ചു, പക്ഷേ ഫ്ലവർ ആവാത്തത് കൊണ്ട് നമുക്ക് ഉറപ്പുണ്ടായിരുന്നില്ല പറയാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ യെല്ലോൻ്റെ ഒരു 3-4 പീസും കൂടി നമ്മുടെ കയ്യിലുണ്ട്. 2-3 സെയിലായി പോയി. അഡേനിയത്തിൻ്റെ ഒരുപാട് കളക്ഷനുള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല, പക്ഷേ 1-2 കളക്ഷനാണ് ഉള്ളത് കയ്യിൽ. അതുപോലെ പൂവിനോടും പ്ലാന്റ്സിനോടും ഇത്തിരി ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കണ്ടില്ലേ, ഇതൊരു വേറെ വെറൈറ്റി ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്കിതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് താല്പര്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേ നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതുപോലെ തന്നെ എല്ലാത്തിലും ബഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. പിന്നെ കുറച്ച് ബോഗൺവില്ലാസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോഗൺവില്ലയുടെ വീഡിയോ ആയിരിക്കും. അപ്പോൾ താല്പര്യം ഉള്ളവർ, ചെടികൾ ഇഷ്ടപ്പെടുന്നവർ, വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി കൊടുത്താലാണ് നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓണാക്കി വെക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻ്റാക്കി എഴുതുക. ഇനി വേറെ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻ്റായിട്ട് എഴുതാം. പ്ലാന്റ്സിന് ഒരെണ്ണത്തിന് 250 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് തോന്നുകയെന്ന് വെച്ചാൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ വേഗം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.